ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീഴ്ച ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് അകന്നു പോകൽ. ഫോൾ മൂവിങ് എവേ ഫ്രം ഗോഡ്സ് പർപ്പസ് എന്ന ധ്യാന ചിന്തയുടെ സംക്ഷിപ്ത രൂപത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ന്യായാധിപന്മാർ 2-ാം അധ്യായം 7 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളും 1 തിമോഥെയോസ് 4-ാം അധ്യായം 1 മുതൽ 10 വരെയും ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണ് ധ്യാനത്തിന് അധിഷ്ഠിതമായി ലഭ്യമായിരിക്കുന്നത്. വേദപുസ്തകം പ്രപഞ്ച സൃഷ്ടികളെക്കുറിച്ച് സ്രഷ്ടാവായ ദൈവത്തിന് ഓരോ ഉദ്ദേശ്യമുള്ളതായി പഠിപ്പിക്കുന്നു. അപ്രകാരം തന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് കാണാം. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ മറുതലിക്കുന്നതിലൂടെ അവർ പാപത്തിൽ വീണുപോയി. അങ്ങനെ ആദിമ മാതാപിതാക്കൾ വീഴ്ചയ്ക്ക് പാത്രീഭവിക്കുകയാണ്. എപ്രകാരമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കുവാനായിട്ട് ഇടയുള്ളത്? ഒന്നാമതായിട്ട് ആത്മീക അറിവിലെ വീഴ്ച. ന്യായാധിപന്മാർ 2-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയും അവൻ ഇസ്രായേലിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവം തൻ്റെ ജനത്തിന് ചില പ്രത്യേക കൽപ്പനകൾ നൽകിയതായി കാണപ്പെടുന്നു. അവയെ അനുസരിക്കാൻ കഴിയാതെ പോയതിനാൽ 10-ാം വാക്യത്തിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന വ്യസനകരമായ ചില അവസ്ഥയിലേക്ക് അവർ നടത്തപ്പെട്ടു എന്നുള്ളതാണ്. ദൈവജനത്തിൻ്റെ അനുസരണമില്ലായ്മ മൂലം ആത്മീക നേതൃത്വത്തിൽ വന്ന കുറവ് വ്യക്തമായി കാണാം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണമെന്ന് മുൻ തലമുറ അവരുടെ മക്കളെ പഠിപ്പിച്ചിരുന്നില്ല. പിതാക്കന്മാരുടെ ഈ ഉദാസീനത തങ്ങളുടെ മക്കൾ തെറ്റിപ്പോകുന്നതിന് കാരണമായി. അപ്രകാരം തെറ്റിപ്പോയതായ ഒരു തലമുറയെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ മുഖ്യമായ ഒരു ക്രമീകരണം ഇപ്രകാരമാണ്. തെറ്റുകളിലൂടെ വീഴ്ച സംഭവിച്ച മനുഷ്യന് ദൈവം ശിക്ഷ അനുവദിക്കുമ്പോൾ ആ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കുന്ന മനുഷ്യൻ നിലവിളിയോടുകൂടെ ദൈവിക സന്നിധാനത്തിലെത്തുമ്പോൾ അവർക്ക് രക്ഷ സാധ്യമായി തീരുന്നു. ആ രക്ഷയ്ക്കായിട്ട് ഓരോ ന്യായാധിപന്മാരെ ദൈവം അയക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. യോശുവയും മൂപ്പന്മാരും ജീവിച്ചിരുന്ന കാലത്ത് ജനങ്ങൾ ദൈവത്തെ സേവിച്ചു. പക്ഷേ അടുത്ത തലമുറ ദൈവത്തെയും അവൻ്റെ പ്രവൃത്തികളെയും അറിയാത്തവരായി. ദൈവത്തെ അറിയുന്നതിൽ തുടർച്ചയില്ലെങ്കിൽ ദൈവോദ്ദേശത്തിൽ നിന്നും വീഴ്ച സംഭവിക്കും. ഹോശയ്യ 4-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. 1 ശമൂവേൽ 2-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരും ആയിരുന്നു. രണ്ടാമതായിട്ട് വിശ്വാസത്തിലെ വീഴ്ച. 1 തിമോഥെയോസ് 4-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. ഈ വേദഭാഗത്തിൽ ഭാവി കാലത്ത് എന്ന് പറയുന്നത് അന്ത്യനാളുകളെ കുറിച്ചാണ്. അതായത് അപ്പോസ്തലന്മാർ ഇതെഴുതുന്നത് തുടർന്നുള്ള കാലഘട്ടം എന്നർത്ഥം. ചിലർ വിശ്വാസം ത്യജിക്കും. ചിലർ എന്ന പ്രയോഗം തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ ഒരു പ്രത്യേക പ്രയോഗമാണ്. തിമോഥെയോസിൻ്റെ 1-ാം ലേഖനത്തിൽ വിശ്വാസത്യാഗികൾ ഒരു ചെറിയ കൂട്ടമായിരുന്നെങ്കിൽ 2-ാം ലേഖനത്തിൽ അത് വലിയൊരു കൂട്ടമാണ്. വിശ്വാസത്യാഗികളായ ഇക്കൂട്ടർ ശരിയായി വീണ്ടും ജനനം പ്രാപിച്ചവരല്ല, കേവലം വിശ്വാസികളെന്ന് ഭാവിക്കുന്നവരാണ്. കർത്താവായ യേശുവിനെ പറ്റി അറിയുന്ന ഇവർ
യേശു ഏകരക്ഷകനാണെന്നും അറിവുള്ളവരാണ്. അവർ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്ന് ഒരിക്കൽ ഭാവിച്ചുവെങ്കിലും പിന്നത്തേതിൽ വിശ്വാസത്തിൽ നിന്ന് വീണുപോകുകയായിരുന്നു. അതിന് ഉപോത്ഫലകമായിട്ടുള്ള വേദഭാഗങ്ങൾ 2 തിമോഥെയോസ് 1:5, 2 തിമോഥെയോസ് 2:18, 2 തിമോഥെയോസ് 3:7, 2 തിമോഥെയോസ് 4:11 വാക്യങ്ങളിൽ നമുക്കിത് സവിസ്തരം കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് സമർപ്പണത്തിലെ വീഴ്ച. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഒരു പ്രമാണി നിത്യജീവനെ പ്രാപിക്കുവാൻ എന്തു ചെയ്യണമെന്ന് യേശുവിനെ നല്ല ഗുരു എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് യേശുവിൻ്റെ അരികിലേക്ക് എത്തുകയാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 22-ാമത്തെ തിരുവചനത്തിൽ യേശു കർത്താവ് അവനോട് സംഭാഷണം നടത്തിയതിനു ശേഷം യേശു കർത്താവ് അവനിലെ കുറവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. യേശു ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. ഒരു പ്രമാണി ക്രിസ്തുവിനെ നല്ല ഗുരു എന്ന് സംബോധന ചെയ്തുകൊണ്ട് നിത്യജീവനെ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യവുമായി യേശുവിനെ സമീപിച്ചു. പാലിക്കപ്പെടേണ്ട പ്രമാണങ്ങൾ എല്ലാം പാലിക്കുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുമ്പോഴും ആ പാലിക്കപ്പെടുന്ന പ്രമാണങ്ങളിൽ പങ്കുവയ്ക്കപ്പെടുന്ന സ്നേഹമില്ല എന്നുള്ള ബോധ്യത്തിലൂടെ അവർ എത്തിച്ചേരുകയാണ്. ആയതിനാൽ തന്നെ തൻ്റെ ജീവിതത്തിൽ അനവധിയായ സമ്പത്തുണ്ടായിരുന്നതിനാൽ പൂർണ്ണമായ സമർപ്പണം ദൈവത്തിന് നൽകുവാൻ കഴിയാതെ തൻ്റെ ആശ്രയം, തൻ്റെ സമർപ്പണം സമ്പത്തിലേക്ക് മാത്രം വീണുപോയത് കാരണം തൻ്റെ ആഗ്രഹത്തിനൊത്തവണ്ണം നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്നുള്ളത് സാക്ഷാത്കരിക്കുവാൻ ആ പ്രമാണിക്ക് അന്നാളുകളിൽ കഴിഞ്ഞില്ല. ഈ വീഴ്ച ദൈവ ഉദ്ദേശത്തിൽ നിന്ന് അകന്നുപോകൽ എന്നുള്ളത് മനുഷ്യനെ പ്രതി സംസാരിക്കുമ്പോൾ ദൈവം ഈ വീഴ്ചയുടെ മധ്യത്തിൽ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു കർത്താവ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. നമ്മുടെ വീഴ്ചകളെയും നമ്മുടെ പരിമിതികളെയും നമ്മുടെ കുറവുകളെയും അംഗീകരിച്ച് തൻ്റെ മാറോട് ചേർക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് നാം ബോധ്യപ്പെടണം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 45-ാമത്തെ തിരുവചനം, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഈ വേദഭാഗങ്ങളിലൂടെ നമ്മോട് ബോധ്യപ്പെടുത്തുന്ന കാര്യം ഇത്രമാത്രം: മനുഷ്യൻ ദൈവസന്നിധാനത്തിൽ നിന്നും അകന്നു പോകുവാൻ ശ്രമിക്കുമ്പോൾ ആ അകന്നു പോകലിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയണം. ഒന്ന്, ആത്മീക അറിവിലുണ്ടാകുന്ന വീഴ്ച; രണ്ടാമത് വിശ്വാസത്തിലെ വീഴ്ച; മൂന്നാമത് സമർപ്പണത്തിലെ വീഴ്ച. ഈ വീഴ്ചകൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചാലും ആ കർത്താവിൻ്റെ അരികിലേക്ക് വന്ന് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനായി വന്ന ആ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെടുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ ആ കർത്താവ് നമ്മുടെ വീഴ്ചകളെ, നമ്മുടെ കുറവുകളെ അകറ്റി തൻ്റെ മാറോട് ചേർത്ത് ദൈവികമായ വിജയത്തിലേക്ക്, പരാജയത്തിൽ നിന്നും വിജയത്തിലേക്ക്, നിരാശയിൽ നിന്നും പ്രത്യാശയിലേക്കും വഴി നടത്തുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നു. അതിനെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ ലോകത്തിൻ്റെ മായാവലയങ്ങളിലെ വീഴ്ചകളിൽ വീണുപോകാതെ ദൈവകൃപയിൽ ആശ്രയിപ്പാൻ ദൈവജനത്തെ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.